സുദുഖിന്റെ അഹ്ലുകാരായി കഴിഞ്ഞുപോയ മഹാരഥന്മാരോടൊപ്പം നമ്മൾ ഉറച്ചു നിൽക്കണം. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് ജമാഅത്തിന്റെ നേർക്ക് നേരെയുള്ള മാർഗത്തെയാണ് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ ദുഃഖകരമെന്ന് പറയട്ടെ, കേരളത്തിൽ കുറെ നാളുകളായി വളരെ പ്രയാസകരമായ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുകയുണ്ടായി. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ കലിമ അക്ഷരത്തിലും അർത്ഥത്തിലും ഉൾക്കൊള്ളുകയും അത് ശരിയാം വണ്ണം നെഞ്ചിലേറ്റുകയും അതുകൊണ്ട് മാത്രമാണ് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിജയമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളെ മുഖത്തു നോക്കി നീയൊക്കെ കാഫിറും മുശ്രിക്കുമാണ് എന്ന് പറയുന്ന ദുഃഖകരമായ പരിതസ്ഥിതി കേരളത്തിലുണ്ടായി. അത് പറഞ്ഞത് സമുദായത്തിന്റെ പുറത്തുള്ള ഏതെങ്കിലും ആളുകളല്ല, സമുദായത്തിന്റെ അകത്ത് നിന്ന് മുസ്ലിമീങ്ങളുടെ മുഖത്ത് നോക്കി നീ മുസ്ലിം അല്ല എന്ന് പറയുന്ന ദുഃഖകരമായ അവസ്ഥയുണ്ടായി. അങ്ങനെ മുഖത്ത് നോക്കി പറയാൻ മാത്രം മുസ്ലിം സമുദായം പരമ്പരാഗതമായി നിലനിന്നു വന്ന ആശയങ്ങളിൽ നിന്ന് ഏത് വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിമീങ്ങൾ എങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ഏത് നിസ്സാര കാര്യം പറഞ്ഞാലും ആ കാര്യത്തെക്കുറിച്ച് ഇറക്കുന്ന നോട്ടീസിന്റെ അടിയിൽ ഈ കാര്യം പ്രവർത്തിക്കുന്നവൻ മുശ്രിക്കാണെന്ന് എഴുതാത്ത, കാഫറാണെന്ന് എഴുതാത്ത നോട്ടീസുകൾ പതിറ്റാണ്ടുകളായി കേരളത്തിൽ സമുദായത്തിന്റെ അകത്ത് കുറവാണ് എന്നതാണ് സത്യം. ഒരിക്കൽ ഞാൻ ഓർത്തു, ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ദർസിൽ ഓതുന്ന കാലത്ത് കണ്ടൊരു നോട്ടീസ് ഉണ്ട്, വർഷം 10-45 കഴിഞ്ഞു. അപ്പൊ അന്ന് കണ്ട നോട്ടീസില് നബിദിനത്തിന് അടയ്ക്കാമരം മുറിക്കുന്നതും ശിർക്ക് എന്നൊരു നോട്ടീസാണ് ഞാൻ കണ്ടത്. ഏത് നബിദിനല്ല, നബിദിനയ്ക്ക് അടയ്ക്കാമരം മനസ്സിലായില്ലേ, നമുക്ക് അത് മുറിക്കുന്നതും ശിർക്കാവുന്നു എന്നാണ്. ഞാനത് പറയുന്നില്ല. മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇമാം അബൂ ദാവൂദ് നിവേദനം ചെയ്തിട്ടുണ്ട്. സലാസുൻ, 3 കാര്യങ്ങൾ മിൻ അസ്ലിൽ ഈമാൻ, ഈമാനുള്ള ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഗുണമായിരിക്കണം 3 കാര്യങ്ങൾ. വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ അവനിൽ 3 ഗുണങ്ങൾ ഉണ്ടാകണം. അൽ കഫു അമ്മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അംഗീകരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ദുരാരോപണം പറയരുത്. ലാ തുകഫിറുഹു ബിദംബിൻ, ഏതെങ്കിലും ഒരു വീഴ്ച അവനിൽ ഉണ്ടായി എന്നതിന്റെ പേരിൽ നീ അവനെ കാഫിർ എന്ന് വിളിക്കരുത്. വലാ തുഖ്രിജുഹു മിനൽ ഇസ്ലാമി ബിഅമലിൻ, ഏതെങ്കിലും ഒരു ആചാരത്തിന്റെ പേരിൽ, ഏതെങ്കിലും ഒരു ആഘോഷത്തിന്റെ പേരിൽ, ഏതെങ്കിലും ഒരു നടപടിക്രമത്തിന്റെ പേരിൽ ഇസ്ലാമിക വിശ്വാസത്തിന് നിരക്കാത്ത നിലപാടുണ്ടാകാത്ത കാലത്തോളം, അഖീദയ്ക്ക് വിരുദ്ധമായ നിലപാടുണ്ടാകാത്ത കാലത്തോളം ഒരു മുസ്ലിമിനെ നീ കാഫിർ എന്ന് വിളിച്ചുകൂടാ എന്ന് ലോകത്തോട് പറഞ്ഞത് ദക്ഷിണയല്ല, കേരളത്തിലെ സുന്നി പ്രസ്ഥാനങ്ങളല്ല, മക്കത്തെയോ മദീന മുനവ്വറയിലോ ലോകം കണ്ട മഹാരഥന്മാരായ ഇമാമിങ്ങളുമല്ല. ഇമാമിങ്ങളുടെ ഇമാമായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിമിന്റെ നടപടിക്രമം കണ്ടിട്ട് ആ മുസ്ലിമിന്റെ ആദർശവും വിശ്വാസവും പരിശോധിക്കാതെ കാഫിർ എന്ന് വിളിച്ചുകൂടാ. അതുകൊണ്ട് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായത്തെ മുസ്ലിങ്ങളായി കാണാനുള്ള മനോഭാവം ഉണ്ടാകണമെന്നാണ്. എന്നാൽ അക്ഷന്തവ്യമായ മറ്റൊരു ദുരന്തം കൂടി കേരളത്തിൽ ഉണ്ടായി. അത് പറയാതിരിക്കാൻ ദക്ഷിണയുടെ പ്ലാറ്റ്ഫോമിൽ കഴിയുകയില്ല. ദക്ഷിണയ്ക്ക് സുന്നത്തി ജമാഅത്ത് അത്ര അങ്ങ് പോരാ എന്ന് വിചാരിക്കുന്ന കുറെ സാധുക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ദക്ഷിണ ജമിയത്തുൽ ഉലമ ചില ആൾ പറയും കിതാബ് അങ്ങനെ തിരിയണില്ല എന്ന് പറഞ്ഞാൽ ഇനി തിരിച്ചു വെച്ച് വായിക്കുക. പണ്ട് അൽഫയും നമ്മുടെ തുഹഫയൊക്കെ ആദ്യകാലത്ത് ഇറങ്ങിയിരിപ്പോ തിരിച്ചു വെച്ച് വായിക്കുന്നത്. ഇപ്പൊ പുതിയ അൽഫയുടെ പ്രിന്റ് വന്നപ്പോ നേരെ വായിക്കുന്ന ശൈലിയിലാണ് പ്രിന്റ് വന്നത്. ചില പാവങ്ങൾ പറയുന്നത് എന്റെ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവർക്ക് സ്വർഗമില്ലെന്ന് പറയുന്ന പ്രസംഗം ഇപ്പോഴും എന്റെ ഫോണിൽ കിടക്കുകയാണ്. ഈ 2025 വിചാരിക്കണം, കഴിഞ്ഞ 25 വിചാരിക്കണം. അഹ്ലുസുന്നത്തിന്റെ പേരിൽ അത്രയൊന്നും പറയാൻ സാധിക്കാത്തതാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ കുറവെങ്കിൽ ആ കുറവിനെ അഭിമാനകരമായി അംഗീകരിച്ചുകൊണ്ട് പറയട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളായി കാണാനുള്ള ആർജവം ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പൂർവ്വസൂരികളായ ഗുരുനാഥന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു കുറവും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ വരുത്തിയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മുസ്ലിം സമുദായത്തിൽപ്പെട്ട വിഭാഗങ്ങളെ ബിദ്അത്ത് ആരോപിക്കുമ്പോൾ മുബ്തദിഇനെ മുബ്തദിഇ എന്ന് തന്നെ വിളിക്കണം, ബിദ്അത്തിനെ ബിദ്അത്ത് എന്ന് തന്നെ വിളിക്കണം. അതിൽ യാതൊരു വ്യത്യാസവും ദക്ഷിണയ്ക്കില്ല. മുബ്തദിഇനെ മുബ്തദിഇ എന്ന് പറയും, ബിദ്അത്തിനെ ബിദ്അത്ത് എന്ന് പറയും, ശിർക്കിനെ ശിർക്ക് എന്ന് പറയണം, കുഫറിനെ കുഫർ എന്ന് പറയണം. പക്ഷേ മുബ്തദിഇനോട്
സമീപിച്ചുകൂടെന്നും അവനോട് സഹകരിച്ചുകൂടെന്നും പറയുമ്പോൾ അത് സാമ്പത്തിക മേഖലയിൽ ഇല്ല എന്ന് പറയുന്ന ഒരു ഇസ്തിസ്നാഇന്റെ ബാബ് നമ്മളാരും ഓതിയിട്ടില്ല. സാമ്പത്തിക രംഗത്ത് ആരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാം? ചില ആളുകൾ മരിച്ചാൽ അവർ സമ്പന്നരാണെങ്കിൽ അവരുടെ മയ്യത്ത് നിസ്കരിക്കാൻ പോകാം. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയ്ക്ക് സുന്നിസമില്ലെന്ന് പറയുന്ന അഭിവന്ദരായ ഉലമാക്കളെ, നിങ്ങൾ ചെയ്യുന്നത് അവസരവാദപരമായ നിലപാടാണ്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയ്ക്ക് ഒരൊറ്റ നിലപാടേ ഉള്ളൂ. 1955 മുതൽ 2026 വരെ ദക്ഷിണയ്ക്ക് ഒരൊറ്റ നിലപാടേ ഉള്ളൂ. ബിദ്അത്ത് ബിദ്അത്താണ്, മുബ്തദിഅ മുബ്തദിഅ. പൈസയുടെ കാര്യം വരുമ്പോ അവന്റെ പൈസ വാങ്ങാം. വലിയ നേതാവ് മരിച്ചാൽ പ്രധാനപ്പെട്ട ആളുകൾ വന്ന് മയ്യത്ത് നിസ്കരിക്കാം. ഏതെങ്കിലും സാധാരണക്കാരനായ ഒരാൾ മരിച്ചാൽ അവന്റെ മേൽ മാത്രം മയ്യത്ത് നമസ്കരിക്കുന്നത് ഇസ്ലാം വിരുദ്ധ നിലപാടാണെന്ന അവസരവാദപരമായ നിലപാടാണ് നിങ്ങൾ പഠിപ്പിക്കുന്ന സുന്നത്ത് ജമാഅത്തെങ്കിൽ ആ സുന്നത്ത് ജമാഅത്തിനോട് രാജിയാകാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങൾ കിതാബിൽ കണ്ടൊരു സുന്നത്ത് ജമാഅത്തുണ്ട്, നമ്മൾ കിതാബിൽ ഓതിയൊരു സുന്നത്ത് ജമാഅത്തുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, ബഹുമാനപ്പെട്ട മന്നാനിയായിൽ ഒരു പ്രധാനപ്പെട്ട യോഗം ചേർന്നു, മുഷാവറ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള യോഗം. അതിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വടുതൽ ഉസ്താദായിരുന്നു. അതിന്റെ സംഘാടകൻ ചേലക്കൽ ഉസ്താദും അഭിവന്ദരായ KP ഹസ്രത്ത് നവറല്ലാഹു മറാഖിദഹും ആ മഹാന്മാരായിരുന്നു. ഞങ്ങളെല്ലാം ഇരുത്തി ഒരു മുഴുനീള ചർച്ച. എന്താണ് തൗഹീദ്, എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത്, എന്താണ് മദ്ഹബ്, എവിടെയാണ് കാര്യങ്ങൾ, എവിടെയാണ് പ്രശ്നം, അതെല്ലാം നമ്മുടെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്ന ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാടിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പറയട്ടെ. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ പ്രഭാഷണങ്ങളിൽ ബിദ്അത്ത് കടന്നു വരരുത്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ബിദ്അത്ത് ഉണ്ടാകരുത്, നമ്മുടെ മഹല്ലിൽ ബിദ്അത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കരുത്.